പ്രായോഗികമായി നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാനുള്ളൊരു മാർഗം എന്താ വെച്ചാൽ, ഒന്ന്, വിവാഹത്തിന് മുമ്പ് ഈ വിഷയം സംസാരിക്കുക എന്നുള്ളതാണ്. അത് ഈ നിശ്ചയം എന്ന് പറഞ്ഞ് വെക്കുന്ന പരിപാടി ഉണ്ട്, അത് കുറച്ച് ഗൗരവത്തിലെടുക്കുക. അത് പോയിട്ട് കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ കല്യാണത്തിൻ്റെ രൂപ ഇങ്ങനെയാവും, ഇന്ന സംഭവങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ വിവാഹത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇത് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ സംസാരിക്കണം. അതുകൂടി കണ്ടീഷൻ ഉറപ്പിച്ചെങ്കിൽ മാത്രമേ കല്യാണം ഉള്ളൂ എന്ന് വ്യവസ്ഥ വെക്കണം ഇനി മുതൽ ഞാൻ പറയണം. അതല്ലാതെ അപ്പോഴൊന്നും ഇത് സംസാരിക്കുന്നില്ല, അതൊക്കെ നമുക്കൊന്ന് ശരിയാക്കാന്ന് പറയും. പിന്നെ കല്യാണ ദിവസം വാപ്പിയും കൂടി അറിയാതെയാണ് എന്ത് ചെയ്യണത്, കരണ്ടാണ് പോകുന്നത്. അവിടെ നിന്നാണ് പുകണ് ഉയരുന്നത്. ആ വാപ്പ പിന്നെ നിസ്സഹായനായി മനുഷ്യന്മാരെ കാണാതെ കണ്ണു പൊത്തി കരയുന്ന മനുഷ്യന്മാരുണ്ട് പിന്നെ വീടിൻ്റെ പുറകെ പോയിട്ട്. കാരണം വിളിച്ചു വരുത്ത മാന്യന്മാരെ മുമ്പിലാണ് ഈ ഗോഷ്ഠി കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഒരുമിച്ച് കൂടിയിട്ട് നിശ്ചയത്തിൻ്റെ സമയത്തിന് എന്ത് ചെയ്യുക, ഇങ്ങനത്തെ കാര്യം നമ്മളെ വീട്ടിൽ ഉണ്ടാവില്ല, രണ്ട് കുടുംബത്തിൽ ഉണ്ടാവില്ല എന്ന് തീരുമാനം എടുക്കുക. ഒന്നാമത്തെ കാര്യം അതാണ്. പിന്നെ മഹല്ല് കമ്മിറ്റി അംഗങ്ങൾ എന്ത് ചെയ്യണം, അള്ളാഹുവിനെ അല്ലാതെ ആരെയും ഭയക്കാതെ തീരുമാനം എടുക്കാനും തയ്യാറാകണം. എന്താ പള്ളി ഭരിക്കുന്ന ആൾക്കാരെ പിന്നെ ചുമതല പറഞ്ഞത്, അവരുടെ ഗുണം പറഞ്ഞത് എന്താ ഖുർആൻ? ഇന്നമായ അഴമുറു മസാജിദ് അല്ലാഹ്. പള്ളി ഭരിക്കുന്ന ആളുകളുടെ അവരാരാണ്? മൻ ആമന ബില്ല, ഒന്ന് അള്ളാഹുവിൽ വിശ്വാസമുള്ളവരാകണം, വൽ യൗമിൽ ആഖിർ, പരലോകത്തിൽ വിശ്വാസമുള്ളവരാകണം, വ അഖാമസ്സലാ, പള്ളിന്റെ ഭാരവാഹികൾ അയ്യാല സ്വലാത്ത് എന്ന് പറഞ്ഞ ഒന്നാമത്തെ സഫിൽ ഉണ്ടാകണം. അതുപോലെ സക്കാത്ത് സെല്ലിൽ ആദ്യം പേരിൽ എഴുതി സക്കാത്ത് കൊടുക്കേണ്ടവർ പള്ളി ഭാരവാഹികളായിരിക്കണം. അതൊക്കെ ചെയ്യുന്ന ആൾക്കാരെ പള്ളി ഭാരവാഹികൾ. പിന്നെ പറഞ്ഞത് എന്താ? വലം യഹ്ശ ഇല്ലല്ലാഹ്, ദീന് നടപ്പാക്കുന്ന വിഷയത്തിൽ അള്ളാനെ അല്ലാതെ വേറെ ആരെയും ഭയപ്പെടില്ല, ഒരു ധനാഠ്യനെയും ഭയപ്പെടില്ല, ഒരു മഹല്ലിലെ ഭൂരിപക്ഷത്തെയും ഭയപ്പെടില്ല, ഒരു സംവിധാനത്തെയും ഭയപ്പെടില്ല, പടച്ചോനെ മാത്രമേ ഭയപ്പെടൂ. ആ ധൈര്യം നമുക്ക് വേണം. എന്താ പള്ളി കമ്മിറ്റിക്ക് അത് കഴിയാത്തത്? ഈ ക്വാളിറ്റി ഉള്ളവരല്ല പലപ്പോഴും പള്ളി കമ്മിറ്റിയിൽ എന്നുള്ളതുകൊണ്ടാണ്. അതിന്റെ മാനദണ്ഡം മാറിയിട്ടുണ്ട്. എല്ലാ വിളക്കിൻ കാലിന് ചുവട്ടിലും ഇരുട്ടാണ് എന്നൊരു പ്രയോഗമുണ്ട്. വിളക്കും കാല് വേറുള്ളവർക്കൊക്കെ വെളിച്ചം കൊടുക്കും, പക്ഷെ അതിന്റെ ചുവട്ടിൽ ഇരുട്ടായിരിക്കും. അതേപോലെ നമ്മളാകാൻ പാടില്ല. പള്ളികളടക്കം ഇതിന്റെ ആളുകൾ ഭരിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ആ പള്ളിയിൽ നിന്ന് ഇതിൽ മിമ്പർമ സംസാരിക്കാൻ പറ്റും? അയാൾക്ക് അടുത്ത ആവശ്യം പോകേണ്ടി വരും. ഇതാ അവിടുത്തെ പ്രശ്നം. അപ്പോൾ പള്ളികൾ എന്ന് പറയുന്നത് അള്ളാനെ മാത്രം ഭയപ്പെടുന്ന മുഖലിസീങ്ങളെ പള്ളി കമ്മിറ്റിയിൽ വരണം. എന്നാൽ അക്കൂട്ടർ സന്മാർഗം പ്രാപിച്ചവരുടെ കൂട്ടത്തിലായിരിക്കണം. ഇതാ ഖുർആൻ പറഞ്ഞത്. ഇതിൽ തന്നെ സംഘടനാ വ്യത്യാസമില്ല, കുറേ മുസ്ലിം സംഘടനകളുണ്ട്. ഈ വിഷയത്തിൽ പൊതുവെ ആർക്കും അഭിപ്രായ വ്യത്യാസത്തിലുള്ള വിഷയങ്ങളോ ഈ പ്രശ്നം അവസാനിപ്പിക്കണമെന്ന്. അപ്പൊ അതുകൊണ്ട് ഇതിൽ ഒന്നിച്ചിരിക്കുക, ഒന്നിച്ച് യോഗം ചേരുക. ഒരു മഹല്ലിലെ എല്ലാ വിഭാഗത്തിന്റെ പള്ളി കമ്മിറ്റി ഒന്നിച്ച് യോഗം ചേരുക, എന്നിട്ട് തീരുമാനം എടുക്കുക. നമ്മളെ ഈ ഭാഗത്ത് ഇങ്ങനത്തെ പരിപാടി പാടില്ല, നിയമം കർശനമാക്കുക. ഇതൊക്കെ ഭേദിച്ചുകൊണ്ട് ഈ അക്രമം കാണിക്കുന്ന ആളുകൾക്കെതിരിൽ കൃത്യമായ നിയമ നടപടി രാജ്യത്തിന്റെ ഭാഗത്ത് കൊടുക്കണം, മഹലിന്റെ ഭാഗത്ത്. അവരെ സഹായിക്കാൻ ആരും ഉണ്ടാവും ചെയ്യും. ഇങ്ങനെ ഒരു കൃത്യമായ തീരുമാനം എടുത്ത് സമൂഹം മുന്നോട്ട് പോയാൽ ഈ കെടുതി നമുക്ക് രക്ഷപ്പെടാൻ ഇൻഷാ അല്ലാഹ് കഴിയും. അതിന് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.